കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം നമുക്ക് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ അവസരം തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് ഒന്നിച്ച് ഈ രാത്രിയിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ, റോമാലേഖനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠന പരമ്പരയാണ് നമ്മൾ ഇന്നു മുതൽ എല്ലാ ചൊവ്വാഴ്ചകളിലും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ ക്രമീകൃതമായി നമുക്ക് ഈ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഞാൻ ഓർപ്പിച്ചതുപോലെ കേവലം പഠനം മാത്രമല്ല, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്, അത് നമ്മുടേതായ ഈ ലോകത്തിലെ ആത്മീയ ജീവിതത്തിന് അതിന് എപ്പോഴും അതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്, നമ്മുടെ ആത്മീയ ജീവിതം എപ്പോഴും ഒന്ന് ബലപ്പെട്ടു വരുവാനായിട്ട് ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. റോമാലേഖനത്തിന്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ജനറലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ലേഖനങ്ങളെ കുറിച്ച് മാത്രം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, പുതിയ നിയമത്തിൽ ലേഖനങ്ങൾ ധാരാളം, അല്ലെങ്കിൽ സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുവിശേഷങ്ങളെക്കാൾ അധികമായി പുതിയ നിയമം നിറഞ്ഞു നിൽക്കുന്നത് ലേഖനങ്ങളിലാണ്. ലേഖനങ്ങളുടെ ഒരു പ്രത്യേകത, ദൈവസഭയുടെ ഉപദേശം രൂപപ്പെടാനായിട്ട് ലേഖനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദൈവസഭയുടെ ഉപദേശങ്ങളെ ഉറപ്പിക്കാനായിട്ട് ലേഖനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ഉപദേശ വിഷയങ്ങൾ വരുമ്പോൾ, സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ ആധാരം നമ്മൾ തിരയേണ്ടത് ലേഖനങ്ങളിലൂടെയാണ്. സുവിശേഷങ്ങളിൽ യേശു ചെയ്ത അത്ഭുത പ്രവർത്തികളെയും യേശുവിൻ്റെ ശുശ്രൂഷയും യേശുവിൻ്റെ വാക്കുകൾ നമ്മളവിടെ കേൾക്കുമ്പോൾ ദൈവസഭയെ സുവിശേഷാനന്തരം, സുവിശേഷത്തിന് ശേഷമായി ഉപദേശത്തിൽ ഉറപ്പിക്കാനായിട്ട് ദൈവം നൽകിയ, ദൈവാത്മാവിനാൽ നൽകപ്പെട്ടതാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉപദേശങ്ങൾ കൂടുതലും ലേഖനങ്ങളിൽ ആശ്രയിച്ച്, ലേഖനങ്ങളിൽ അധിഷ്ഠിതപ്പെട്ട്, അല്ലെങ്കിൽ ലേഖനങ്ങളിൽ കേന്ദ്രീകരിച്ചായിരിക്കണം നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. പലപ്പോഴും പെന്തക്കോസുകാരുടെ ഒരു 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 തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്, നമ്മുടെ ഉപദേശങ്ങൾ പലതും അപ്പോസ്തല പ്രവർത്തികളിൽ നിന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കും. അപ്പോസ്തല പ്രവർത്തികൾ ഇറ്റ്സ് എൻ ഇനീഷ്യൽ ബിഗിനിങ് ഓഫ് ദി ക്രിസ്ത്യൻ ചർച്ച്. പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ തലങ്ങളിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നത് കാണാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു ക്രമമായി ദൈവസഭയോട് ഇടപെട്ട് ദൈവസഭയെ നയിക്കുന്നത് ലേഖനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രധാനമായിട്ട് നമ്മൾ റോമാലേഖനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസാണ് ഈ ലേഖനം എഴുതിയതെന്ന് നമുക്കറിയാം. അതിനൊരു ഡിസ്പ്യൂട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് അത് ലേഖനം എഴുതിയതെന്ന് നമുക്കറിയാം. എന്നാൽ ലേഖനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ലേഖനത്തിലേക്ക് നമ്മൾ പഠിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ, ഓരോ ലേഖനവും എഴുതപ്പെടുന്നത് പ്രത്യേകമായ പശ്ചാത്തലത്തിലാണ്, പ്രത്യേകമായ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത്. പശ്ചാത്തലം പ്രധാനമായിട്ടും അന്ന് സഭ നേരിടുന്ന ചില ചോദ്യങ്ങൾ, ചില പ്രശ്നങ്ങൾ, അതിന് പരിഹാരം കൊടുക്കാനായിട്ട് ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് പൗലോസ് അതിനെ അഭിസംബോധന ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പോൾ ലേഖനങ്ങൾ എന്തൊക്കെയോ ചോദ്യങ്ങളുടെ മറുപടിയാണ്. ഇറ്റ്സ് ആൻ ആൻസർ ഫോർ സർട്ടൻ ക്വസ്റ്റ്യൻസ്. പല ചോദ്യങ്ങളുടെ മറുപടിയാണ് ലേഖനങ്ങളിൽ കിടക്കുന്നത്. അപ്പോൾ ആ ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്ന മറുപടികൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വി നീഡ് ടു നോ വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ്. അവിടെയുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ആ ചോദ്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഉത്തരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അത് വ്യാഖ്യാനിക്കാനും അത് തിരിച്ചറിയാനും നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഉത്തരങ്ങൾ മാത്രമാണ് വായിക്കുന്നത്, ചോദ്യങ്ങൾ നമുക്ക് അറിയത്തില്ല. എന്നാൽ ഉത്തരങ്ങളിൽ നിന്ന് ചോദ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ലേഖനങ്ങളിൽ പ്രതിപാദിക്കുന്നത് പല വിഷയങ്ങളോടുള്ള പൗലോസിന്റെ മറുപടിയാണ്. ആ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ത് ചോദ്യത്തിനാണ് പൗലോസ് ഈ മറുപടി നൽകുന്നത്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ദീർഘദൂര യാത്ര ചെയ്ത് പലയിടങ്ങളിൽ മിഷണറി യാത്രകൾ ചെയ്ത് സഭകൾ സ്ഥാപിച്ചു. സഭകൾക്കൊരു ഫോളോ അപ്പ് ആവശ്യമാണ്. ഈ ഫോളോ അപ്പിന് ഈ പൗലോസിന് എപ്പോഴും അവിടെ സഞ്ചരിച്ചെത്താനായിട്ട് കഴിയില്ല. ഇന്നത്തെ പോലെ വാഹന സൗകര്യമോ വിമാനമോ ഒന്നുമില്ല. അപ്പോൾ ഒരു സഭ സ്ഥാപിച്ചതിനു ശേഷമായി ആ സഭയിൽ ഉണ്ടാകുന്ന ചില
ഡോക്ട്രിനൽ ഇഷ്യൂസ്, ഉപദേശ വിഷയങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി പൗലോസ് നൽകുന്നതാണ് ലേഖനങ്ങൾ. സോ epistles are like answers to certain questions. So we have been privileged to read only the answers, but we don't know what are the questions. So when we approach to the study of epistles, keep in mind that we are reading some of the answers given by Paul towards various contextual issues. മാത്രവുമല്ല, ഈ മറുപടികളെല്ലാം ഇറ്റ്സ് ഓൾവേസ് ഡ്രിവൺ വിതിൻ എ കോണ്ടെക്സ്റ്റ്, ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. സോ ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സോ കീപ് ഇൻ മൈൻഡ് ദാറ്റ് വി ആർ ലിസണിങ് ടു പോൾ വെയർ പോൾ ഈസ് അഡ്രസ്സിങ് വേരിയസ് ഇഷ്യൂസ്. മേ ബി സഭയിലെ മൂപ്പന്മാരും സഭയിലെ ആളുകൾ പൗലോസിനെ എഴുതി അറിയിച്ചതാണ് ഇതെല്ലാം. പൗലോസ് ഒരിക്കൽ പോലും ഡിസേൺ ചെയ്ത് പറഞ്ഞതിനെക്കാട്ട് അപ്പുറത്തായിട്ട് പൗലോസ് വാസ് ഇൻഫോംഡ്, ഹി വാസ് ലേൺഡ് അബൌട്ട് വേരിയസ് ഇഷ്യൂസ് ഇൻ ദി ചർച്ച്. സഭയിൽ നടക്കുന്ന പല ടെൻഷൻസ്, പല ഇഷ്യൂസ്, ഇതെല്ലാം പൗലോസ് ഹി വാസ് ഇൻഫോംഡ് ബൈ ദി ചർച്ച്. അപ്പോൾ പൗലോസ് അതിനൊരു മറുപടി കൊടുക്കുകയാണ്. പലതും അങ്ങനെയുള്ള ഒരു അപ്പോളജറ്റിക്കൽ, ഒരു ഡിഫെൻസീവ്, അതിനെല്ലാം മറുപടിയായിട്ടാണ് ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണാനായിട്ട്. ഞാൻ എൻ്റെ ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് അതിൻ്റെ സ്ലൈഡ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. സോ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. സോ ഞാനൊരു റെക്കമെൻഡേഷൻ ചെയ്തിരുന്നു. ഇപ്പോൾ സ്പോട്ട്ലൈറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രെയിം. അതാരും അത് മാറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന എൻ്റെ വിൻഡോ നിങ്ങളുടെ മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും അത് മെയിൻ വിൻഡോ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അല്ലാതെ ഈ ഗാലറി വ്യൂ, ഇങ്ങനെ പലരുടെയും മുഖങ്ങൾ കാണുന്ന ഗാലറി വ്യൂയിൽ നിന്ന് മാറി സ്പീക്കേഴ്സ് വ്യൂ അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുടെ വ്യൂവിലേക്ക് നിങ്ങളുടെ മൊബൈലോ നിങ്ങളുടെ ഡിവൈസുകൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ എന്നെ മുഴുവൻ നിങ്ങളുടെ സ്ക്രീനിൽ കാണാനായിട്ട് കഴിയും. സോ അങ്ങനെ വരുമ്പോൾ ഈ സൈഡിൽ വരുന്ന എഴുത്തുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ റോമാലേഖനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ചർച്ച് വിച്ച് വാസ് സിറ്റുവേറ്റഡ് ഇൻ റോം. സോ ദ റോമൻ എംപയർ ആണ് the one of the important place where we can see the influence of Roman Empire when Paul was writing this letter. What do you know about Roman Empire? Roman Empire was a very ancient, and it was a very oldest, one of the ancient empire in the New Testament times or in the time of Jesus. So Roman Empire is a city known for power because the empire itself has the capacity to rule the entire region. It is a city known for power. It is a city known for wealth. It is a city known for military strength and political influence. Of course, ആ സമയത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സ്വാധീനം നൽകപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഏത്, ഈ പറയുന്ന റോമൻ എംപയർ. സോ റോമൻ എംപയർ ഈസ് എ സിറ്റി നോൺ ഫോർ ഇറ്റ്സ് പവർ, നോൺ ഫോർ ഇറ്റ്സ് വെൽത്ത്. വളരെ സമ്പന്നരായ ആളുകളുള്ള അല്ലെങ്കിൽ ഒത്തിരി സമ്പത്തുള്ള ഒരു സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. അന്ന് വിവിധ നിലകളിലുള്ള ക്രയവിക്രയങ്ങൾ ചെയ്യുവാൻ ദേ ഹാഡ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റവന്യൂ അക്യുമുലേഷൻസ്. ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു എംപയർ ആണ് റോമൻ എംപയർ. ആൻഡ് ഇറ്റ് ഓൾസോ ഹാവ് വേരിയസ് മിലിറ്ററി സ്ട്രെങ്ത് ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദി politically strong empire in the New Testament time. റോമൻ എംപയറിന്റെ മറ്റൊരു പ്രത്യേകത, this empire was known for religious pluralism. Religious pluralism means they don't have one religion, but they had various religions. അവർക്ക് പല മതങ്ങൾ ഉണ്ടായിരുന്നു, പല വിശ്വാസങ്ങൾ, പല ദൈവങ്ങൾ, പലരെയും അവർ ആരാധിച്ചു. അതുകൊണ്ടല്ലേ റോമൻ ഒരു പ്രൊവിൻസിൽ വരുന്ന സ്ഥലമാണ് കൊരിന്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം. So when Paul was visiting to one of the place, they saw various names of the gods. ഒത്തിരി ദൈവങ്ങളുടെ പേരുണ്ട്. അതിൽ ഒരു പേര് ഇവൻ അൺനെയിംഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും വന്ന ഒരു പുതിയ പേര് കൊടുക്കാൻ, അജ്ഞാത ദേവൻ. സോ they don't have given any name for it. Unknown God, അറിയത്തില്ല. They can prescribe a name for it in the later time. So it is a place of having various kinds of religions. So, and also one of the important thing, they also paid a loyalty to the emperor. രാജാവിനെ
വളരെ ബഹുമാനത്തോടെ, ഈവൻ ദേ കൺസിഡേർഡ് എംപറർ ആസ് ദെയർ ഗോഡ്. ദൈവത്തെ പോലെ രാജാവിനെയും ചക്രവർത്തിയെയും, ഇപ്പൊ ചക്രവർത്തിമാരെ ആരാധിക്കുന്നത് അവിടുത്തെ ഒരു ശീലമാണ്. സോ ദേ വാണ്ട് ടു സീ ദെയർ ഗോഡ്, ദെയർ കിങ് ആസ് ദെയർ ഗോഡ്, ഓർ ഈവൻ ആസ് എ സെമി ഗോഡ്, ഒരു കൊച്ചു ദൈവമായിട്ട് തന്നെ, ഒരു അർത്ഥ ദൈവമായിട്ട് തന്നെ ഈ റോമൻ സാമ്രാജ്യം രാജാക്കന്മാരെ, പ്രത്യേകിച്ച് ചക്രവർത്തിമാരെ കാണും. സോ ഇങ്ങനെ ഒരു ദിസ് വാസ് ദ കോണ്ടെക്സ്റ്റ് ദാറ്റ് വി നീഡ് ടു കം ടു നോ വെൻ വി എൻറ്റർ ഇൻ ടു ദി വേരിയസ് writings or various things in the epistles of Roman. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. സോ റോമൻ എംപയർ വാസ് ടോട്ടലി എ പ്ലേസ് വെയർ there was a plurality of religion. മതങ്ങളുടെ ഒരു ബഹുസ്വരത, മതങ്ങളുടെ ഒരു ബഹുസ്വരതയുള്ള ഒരു നാടാണ് റോമൻ എംപയർ. സോ റോമൻ എംപയർ ഈസ് എ പ്ലേസ് ഓഫ് റിലീജിയസ് പ്ലൂറലിസം. ആൻഡ് നെക്സ്റ്റ്, ഇവിടെയാണ് ക്രിസ്ത്യൻസ് ഉണ്ടാകുന്നത്. ഈ ഒരു റോമൻ എംപയറിന്റെ ഇത്രയും മാത്രം റിലീജിയസ് പ്ലൂറാലിറ്റി നിൽക്കുന്ന സമയത്താണ് ഒരു യുണീക്ക് ആയിട്ടുള്ള, വളരെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള, ഇതിലൊന്നും പെടാത്ത ഒരു ഗ്രൂപ്പായിട്ട് ക്രിസ്ത്യാനിറ്റി അവരുടെ നടുവിൽ നിലനിൽക്കുന്നത്. സോ ദർ വാസ് ഓൾവേസ് എ കൈൻഡ് ഓഫ് സസ്പീഷ്യൻ, എസ്പെഷ്യലി ബിക്കോസ് ദേ വർഷിപ്ഡ് വൺ ഗോഡ്. നോക്കിക്കോണം, നേരത്തെ ഞാൻ പറഞ്ഞു റോമൻ എംപയർ വെൽക്കംസ് ദി പ്ലൂറാലിറ്റി ഓഫ് റിലീജിയൻസ്. പല മതങ്ങളെയും പല ദൈവങ്ങളെ ആരാധിക്കുന്നതിന് അവർക്ക് അവസരമുണ്ട്. സോ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തീയ സഭ ഏക ദൈവ വിശ്വാസികളായി മുന്നോട്ട് പോവുകയാണ്. അവർക്ക് മറ്റു ഒരു ദൈവത്തെയും ആരാധിക്കാനായിട്ട് കഴിയത്തില്ല, അതിനവർക്ക് പ്രമാണമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ക്രിസ്ത്യാനികൾ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു വിങ് ആയിട്ട് റോമൻ എംപയർ അവരെ കാണാൻ തുടങ്ങി. സോ ദേ ഹാഡ് എ സസ്പീഷ്യൻ. അവരെന്തോ ഒരു ഭീകരവാദ പ്രവർത്തനം ചെയ്യുന്നവരാണോ, ദുരുപദേശം കൊണ്ടുവരുന്നവരാണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ കഴിയുന്നവരാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ. ദേ വർ സസ്പെക്ടിങ് ദം ദാറ്റ് ദീസ് ക്രിസ്ത്യൻസ് ആർ ലൈക്ക് വെരി സെക്ലൂഡഡ്, ഡേഞ്ചറസ്, ആൻഡ് ഈവൻ they can destroy our country. ഞങ്ങളുടെ രാജ്യത്തെ പോലും ഇവർ നശിപ്പിക്കും. ബിക്കോസ് ദേ ഹാഡ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഗോഡ്. ദൈവത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു ചിന്ത. They don't even give honor, they don't even worship emperor, അല്ലെങ്കിൽ രാജാവിനെ എന്ത് ചെയ്യുന്നില്ല, ആരാധിക്കുന്നില്ല. സോ ദിസ് ഇസ് എ വെരി ഡിഫറെന്റ് കൈൻഡ് ഓഫ് തോട്ട്സ്. അപ്പോൾ രാജാവിനെ ആരാധിക്കുന്നില്ല, പല ദൈവങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണം ക്രിസ്ത്യാനിറ്റി വാസ് ഓൾവേസ് ഇൻ എ വെരി സസ്പെക്ട്ഫുൾ പൊസിഷൻ. അവരെ വളരെ സംശയത്തോടെ, വളരെ അല്ലെങ്കിൽ ഇതൊക്കെ പിന്നത്തേതിൽ അവർക്ക് നേരെയുള്ള പീഡനങ്ങൾക്ക് കാരണമായി തീർന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല വിശ്വാസങ്ങൾ, ദേ വേർ സംടൈം കൺസിഡർ ആസ് ആന്റി നാഷണലിസ്റ്റ്, എന്ന് പറഞ്ഞാൽ രാജദ്രോഹികളായിട്ടുള്ള ആളുകളെ പോലെ ഇവരെ കാണാൻ തുടങ്ങി. സോ ദി റോമൻസ് കൺസിഡർ ക്രിസ്ത്യൻസ് ആർ എ വെരി സെക്ലൂഡഡ് പ്രൈവറ്റ് ഗ്രൂപ്പ് ആൻഡ് ആന്റി നാഷണൽ ഗ്രൂപ്പ്, ഈവൻ നോട്ട് ബിലീവിങ് ഇൻ ഗോഡ്. സംടൈം അവർക്ക് വിഗ്രഹങ്ങളില്ല, ക്രിസ്ത്യാനികൾക്ക് വിഗ്രഹങ്ങളില്ലാത്തതുകൊണ്ട് അവർ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ദേ ഡോണ്ട് ഈവൻ ബിലീവ് ഇൻ ഗോഡ്. എയ്ത്തിസ്റ്റ് ആണെന്ന് പറയുന്നവരുണ്ട്. ദേ ആർ കൺസിഡർ ആസ് എയ്ത്തിസ്റ്റ്. ക്രിസ്ത്യൻസിനെ എയ്ത്തിസ്റ്റ് ആയിട്ട് കണ്ടവരുണ്ട്. അങ്ങനെ വേണ്ട പല ഇന്റർപ്രിട്ടേഷൻസ്, പലത് അവരുടെ മനസ്സിലാക്കുകളിൽ ക്രിസ്ത്യാനിത്വത്തെ കുറിച്ചുണ്ട്. സോ ഇതെല്ലാം റോമൻ രാജ്യത്തിൽ അധിവസിക്കുന്ന സമൂഹത്തെയും ജനത്തെയും അവിടെയുള്ള സാമൂഹിക പരിസ്ഥിതിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ബാധിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ദി കോണ്ടെക്സ്റ്റ് ഓഫ് റോം or the Roman Empire, where we can see the existence of Roman Church. ഈ ഒരു പശ്ചാത്തലത്തിലാണ് റോമ സഭ ഈ ദേശത്ത് ഉണ്ടാകുന്നത്, അതവിടെ വളരുന്നത്. സോ നെക്സ്റ്റ് വി നീഡ് ടു ലുക്ക് അബൌട്ട് ദ ചർച്ച് ഇറ്റ്സെൽഫ്. ഈ സഭയെ കുറിച്ച് നോക്കുമ്പോൾ ഈ സഭ ഇറ്റ് വാസ് ബീൻ ഫൗണ്ടഡ് ബൈ ദി ബിലീവേഴ്സ്, early church or early believers. It was not founded by Paul സ്ഥാപിച്ച സഭയല്ല, മറിച്ച് ഇത് ആദ്യ സമയത്ത് തന്നെ യഹൂദന്മാർ അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികൾ അവർ സ്ഥാപിച്ച ഒരു സഭയാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്, അതായത് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പെന്തക്കോസ്ത് നാളിൽ അനേകർ വന്ന് അവരുടെ നടുവിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ പെരുന്നാളിന് വന്ന അനേകർ, അല്ലെങ്കിൽ അവിടെ ആ പെന്തക്കോസ്ത് നാളിൽ വന്ന് നിൽക്കുമ്പോൾ അന്യഭാഷ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന സമയത്ത് വലിയൊരു റിവൈവൽ അവിടെ ആരംഭിക്കുന്നു. അവിടെ നമ്മൾ കാണുന്നു, we can just read some of the
tribes and some of the people who are assembled in that particular occasion. അവിടെ പല ആളുകൾ പല പല ഇടങ്ങളിൽ നിന്ന് ആളുകൾ വന്നു എന്ന് പറയുന്നിടത്ത് ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ദേ വർ റോമൻസ്. നിങ്ങളടുത്ത് വായിക്കുമ്പോൾ അറിയാം, ആ ഭാഗം വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ എല്ലാവരും അന്യഭാഷ അടയാളത്തോടു കൂടി സംസാരിക്കുന്ന സമയത്ത് ഇത് കേൾക്കുന്ന റെസിപ്പിയൻസ്, ഓഡിയൻസിൽ ഒരു മെജോറിറ്റി ഓഫ് ഗ്രൂപ്പ് ദേ വർ റോമൻസ്. എന്നാൽ അതിന് ശേഷമായി ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ കണ്ടതായ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നതായ പരിശുദ്ധാത്മാവിന്റെ ആ ആദിമ പ്രവർത്തനത്തിന് ശേഷം there would be lots of people converted to Christianity. റോമ ദേശത്തുനിന്ന് വന്നവരും അല്ലാതെ ശിഷ്യന്മാരായ പലരും അവരോട് സുവിശേഷം പറഞ്ഞു. അനേകർ കർത്താവിനെ അറിയാനായിട്ട്. ഈ കർത്താവിനെ അറിഞ്ഞ യഹൂദന്മാരാണ് റോമ സഭയിൽ ഉണ്ടായിരുന്നത്. ഈ യഹൂദ പെരുന്നാളിൽ വന്ന റോമൻ പട്ടണത്തിൽ നിന്ന് വന്നിട്ടുള്ള യഹൂദന്മാരാണ് ദ ഫസ്റ്റ് ബിലീവേഴ്സ് ഓഫ് ദ റോമൻ ചർച്ച്. അവിടെയാണ് ആദ്യമായി ഈ സഭ സ്ഥാപിക്കപ്പെടുന്നത്. എന്നാൽ പിന്നത്തേതിൽ വാട്ട് ഹാപ്പൻ, വി ക്യാൻ സീ ദറ്റ് ഓവർ ടൈം ജെൻഡൈൽസ് അല്ലെങ്കിൽ നോൺ ജൂഷ് ബിലീവേഴ്സ് ബിഗാൻ ടു ജോയിൻ ആൻഡ് ഇവൻച്വലി ഔട്ട് നമ്പർ ദ ജൂയിഷ് ക്രിസ്ത്യൻസ്. അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ആയ ആളുകളുടെ ഇടയിലേക്ക് ജാതിരായ ആളുകളും കർത്താവിനെ അറിയാനായിട്ട് തുടങ്ങി. പത്രോസിന്റെ ഒരു ശുശ്രൂഷയ്ക്ക് മിഡിൽ ടൈമിൽ തൊട്ട് പൗലോസിന്റെ ശുശ്രൂഷകൾ പ്രധാനമായിട്ടും ആ ദേശത്തോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, റോമിലേക്ക് പൗലോസിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ യഹൂദന്മാരുടെ നമ്പറിനെക്കാട്ടിൽ കൂടുതൽ ആളുകൾ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് റോമാ സഭയിലേക്ക് വരാനായിട്ട് തുടങ്ങി. സോ യഹൂദന്മാരൊരു മൈനർ ഗ്രൂപ്പും ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായി വന്നവർ ഒരു മെജോറിറ്റി ഗ്രൂപ്പുമായിട്ട് റോമൻ സഭയിലുണ്ടായി. ഇത് മാത്രമല്ല, ഈ ഒരു രണ്ട് വിഭാഗം, പ്രത്യേകിച്ച് യഹൂദന്മാരും അതോടൊപ്പം തന്നെ ജാതീയവരും തമ്മിൽ സഭയിൽ വന്നപ്പോൾ there was a tension. അവിടെ ഒരു വിഭാഗ്യത ഉണ്ടായി. സോ വിഭാഗ്യത ജാതിയുടെ വ്യവസ്ഥയിൽ, ജാതിയുടെ കാറ്റഗറിയിൽ യഹൂദന്മാരായ ക്രിസ്ത്യാനികൾ they just wanted to follow their Jewish practice, and the Gentiles, those were not that much acquainted with the Jewish system. അല്ലെങ്കിൽ യഹൂദന്മാരായ ആളുകൾ ക്രിസ്ത്യാനികളായി മാറുമ്പോൾ അവർ അവരുടെ യഹൂദ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ജാതീയരായ ആളുകൾ ക്രിസ്ത്യാനികളായി വന്നപ്പോൾ they were also demand, അല്ലെങ്കിൽ യഹൂദന്മാർ ഡിമാൻഡ് ചെയ്ത് you should also follow what we do. അപ്പോൾ ദ സർക്കംസിഷൻ, ഇഷ്യൂ ഓഫ് സർക്കംസിഷൻ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പരിച്ഛേദനയുടെ വിഷയങ്ങളൊക്കെ ഒരു ടെൻഷനായിട്ട് വന്നു. അപ്പോൾ യഹൂദന്മാർ ചില കാര്യങ്ങൾ എന്ത് ചെയ്തു, ക്രിസ്ത്യാനികളായെങ്കിൽ കൂടി they still continued with the policies of a Jewish religion. ഇത് ആദിമസഭ തൊട്ട് ഇത് കാണുന്ന ഒരു ടെൻഷനാണ്. നമുക്കും നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ, ഇഫ് വി ജസ്റ്റ് റിഫ്ലക്ട് ടു അവർ ഓൺ ടൈംസ്, നമ്മുടെ കാലഘട്ടത്തിലും ക്രിസ്ത്യാനികളായെന്ന് പറഞ്ഞാലും നമ്മൾ വി ജസ്റ്റ് വാണ്ടഡ് ടു കണ്ടിന്യൂ വിത്ത് ദ ട്രഡീഷൻ. ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടേതായ പാരമ്പര്യം, ഇതൊക്കെ പറയാൻ വീണ്ടും നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു വെമ്പൽ ഉണ്ടാകാം. സോ ദിറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. നമുക്ക് ചിലപ്പോൾ കർത്താവിനെ അറിഞ്ഞു, കർത്താവിന് വേണ്ടി നമ്മൾ രക്ഷിക്കപ്പെട്ടു, എന്നാലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ വി സ്റ്റിൽ കീപ് സം അവർ ഓൺ ട്രഡീഷണൽ ബിലീഫ്സ്. എന്നാൽ അത് വാസ്തവത്തിൽ ദൈവവചനപ്രകാരം നോക്കുമ്പോൾ ഇറ്റ്സ് റോങ്ലി ഒരു തെറ്റായ കാര്യമാണ്. നമ്മൾ കർത്താവിനെ അറിയുമ്പോൾ വി ആർ ടോട്ടലി ചേഞ്ച്ഡ്. ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയായി മാറി. പഴയത് കഴിഞ്ഞുപോയി, പഴയതെല്ലാം അവസാനിച്ചു. ബട്ട് സ്റ്റിൽ there were some Christians among the church who still wanted to follow the the Jewish system. മാത്രമല്ല, അവർക്ക് പെട്ടെന്ന്, യഹൂദന്മാർക്ക് പെട്ടെന്ന് ഇത് അവരുടെ ആ സൊസൈറ്റിയൽ റെക്കഗ്നീഷനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാനായിട്ടും പറ്റിയില്ല. നമുക്കറിയാമല്ലോ, അപ്പോസ്തല പ്രവൃത്തിയിൽ യോഹന്നാനും യാക്കോബും സബത്ത് നാളിൽ അവരെങ്ങോട്ടാ പോയത്? Even though they had received all this power from Holy Spirit, അവർ അന്യഭാഷയിൽ സംസാരിച്ചു, ഇതെല്ലാം കഴിഞ്ഞിട്ടും ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അവരെന്ത് ചെയ്തു? They just went to the temple. അവരെല്ലാവരും എന്നാ ഇനി ടെമ്പിൾ അങ്ങോട്ട് പോകണ്ട, നമ്മുടെ അഫിനിറ്റി അവിടോട്ടല്ല എന്നൊന്നും അവർ വിചാരിക്കുന്നില്ല. They still wanted to continue their Jewish system. അവർക്ക് യഹൂദ മതത്തിൽ തന്നെ ഒരു നവീകരണം ഉണ്ടാക്കാനാണ് ആദ്യം അവർ ആഗ്രഹിക്കുന്നത്. അവർ ഒരു ടോട്ടലി യഹൂദ മതം വിട്ടിട്ട് പോകാനായിട്ട് ആർക്കും താല്പര്യമില്ല. ഇനീഷ്യൽ സ്റ്റേജിൽ അവര് യഹൂദ മതത്തിൽ നിന്നും മാറാൻ അവർക്കൊരു ഒരു പ്രോഗ്രഷൻ ഉണ്ടായിരുന്നു.
യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് മാറാൻ ഒരു പ്രോഗ്രഷൻ ഉണ്ട്. സോ ഏർലി സ്റ്റേജിൽ ഇവരെല്ലാവരും യഹൂദന്മാരുടെ ഒരു സെക്റ്റായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഈവൻ ദോ ക്രിസ്ത്യൻസ്, യഹൂദന്മാർക്ക് 4 വിഭാഗങ്ങളുണ്ട്. പരീശന്മാര്, സദൂക്യരെ, സീൻസ് ആൻഡ് സെലറ്റ്സ്, ഇങ്ങനെ 4 ഗ്രൂപ്പ് ഉണ്ട്. എന്നാൽ അതിനോട് ഒരു 5ാമത്തെ ഗ്രൂപ്പായി ക്രിസ്ത്യൻസ് എന്ന നിലയിലാണ് ഇവർ ആദ്യം ഇവരെ തന്നെ മനസ്സിലാക്കി. എന്നാൽ പിന്നത്തേതിലാണ് ആ ട്രാൻസ്ഫോർമേഷൻ അവരുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ്, പരിശുദ്ധാത്മാ അവരുടെ ഹൃദയങ്ങളോട് ഇടപെടുമ്പോഴാണ്, കൊർന്നലിയോസിന്റെ മാനസാന്തരം ഒക്കെ കാണുമ്പോഴാണ് ഇവരിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. സോ ക്വൈറ്റ് നോർമൽ. ഈ റോമൻ സഭയിൽ there was a tension between Jewish believers and Gentile believers regarding the identity, ഞങ്ങളുടെ വ്യക്തിത്വം, ലോ, ഞങ്ങളുടെ പ്രമാണം, റിലീജിയസ് കസ്റ്റംസ്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം ഒരു ടെൻഷൻ ഉണ്ട്. ആൻഡ് ലേറ്റർ ഇറ്റ് വാസ് മോർ അഗ്രിവേറ്റഡ്. പിന്നീട് അത് കൂടുതൽ വഷളായി മാറിയത് ഇറ്റ് വാസ് എ ടൈം ഓഫ് ക്ലോഡിയസ്. അപ്പോസ്തലപ്രവൃത്തി 18:2 അവിടെ നമ്മൾ വായിക്കുമ്പോൾ ക്ലോഡിയസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഒരു കൽപ്പന കൊടുത്തു, ദാറ്റ് he just expelled every Jews from the റോമൻ റീജിയൻ. റോമിലുള്ള എല്ലാ യഹൂദന്മാരെയും എന്ത് ചെയ്യുന്നു, അവിടുന്ന് പുറത്താക്കി. സോ ആ സമയത്ത് ക്രിസ്ത്യാനികളായ യഹൂദന്മാരും എല്ലാവരും റോമാസഭ വിട്ട് പോകേണ്ടതായിട്ട്. സോ ടോട്ടലി അറ്റ് ദി എൻഡ് ദി റോമൻ ചർച്ച് ബിക്കം എ പ്യുവർലി എ Gentile congregation, and of course there are some remnant who were still continuing to practice the Jewish custom. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടെ ഈ റോമ സാമ്രാജ്യം അല്ലെങ്കിൽ റോമൻ ചർച്ച് എത്തിച്ചത്. സോ വി just understood what is the background of Roman and the background of Roman church. Now ഇനി പൗലോസ് ഈ ലേഖനം എഴുതാനുള്ള കാരണങ്ങൾ എന്താണ്? വാട്ട് ആർ ദ റീസൺസ് ദാറ്റ് വി കുഡ് സീ ദാറ്റ് പോൾ റോട്ട് എ ലെറ്റർ ടു റോമൻസ്? വാട്ട് ആർ ദ സിഗ്നിഫിക്കൻറ്റ് കൺസേൺസ്, ഇഷ്യൂസ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്താണ്? സോ ഐ ജസ്റ്റ് വാണ്ട് ടു ഗിവ് യു സം അണ്ടർസ്റ്റാൻഡിങ്. ഐ വിൽ ഗിവ് യു ഇൻ എ ബിഗ് സ്ക്രീൻ ദിസ് വൺ. ഒന്ന്, ടു യൂണിഫൈ ദി ജൂയിഷ് ആൻഡ് ജെന്റൈൽ ബിലീവേഴ്സ് അറൌണ്ട് ദി ഗോസ്പൽ. സുവിശേഷത്തിന് മുമ്പിൽ യഹൂദനെന്നോ യവനനെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് ബോധിപ്പിക്കാനായിട്ടാണ് പ്രൈസ് ദി ലോർഡ് പൗലോസ് ഈ ലേഖനത്തിൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. 2, he was interested to explain how righteousness come by faith. വിശ്വാസത്താലുള്ള നീതീകരണം എങ്ങനെ സംഭവിക്കുന്നത്? നോട്ട് ബൈ ലോ, ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയിലല്ല, മറിച്ച് വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ജെന്റൈൽസ്, യഹൂദന്മാർ ന്യായപ്രമാണത്തെ പിടിക്കുന്നു, ന്യായപ്രമാണമാണ് വേണ്ടതെന്ന് പറയുന്നത്. എന്നാൽ ന്യായപ്രമാണം അല്ല, ന്യായപ്രമാണത്തിനപ്പുറത്ത് വിശ്വാസമാണ് ഒരുവനെ നീതീകരിക്കുന്നത്. സോ പോൾ വാണ്ടഡ് ടു എക്സ്പ്ലെയിൻ ഹിസ് ചർച്ച് ദാറ്റ് you are being a believer not by the law alone but by believing in Jesus Christ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാലാണ് നിങ്ങൾ വിശ്വാസികളായി മാറുന്നത്, രക്ഷിക്കപ്പെടുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പൗലോസ് റോമാലേഖനത്തിൽ നമ്മളത് വായിക്കുന്നു. സർ, നെക്സ്റ്റ്, റോമാലേഖനത്തിൽ ഉള്ള പൗലോസിന്റെ മറ്റൊരു ഇന്റൻഷൻ, he wanted to accumulate some support for the church in Spain. റോമൻ 15:24 അത് വായിക്കുന്നു. To prepare the Roman church to support. കാരണം റോമൻ ചർച്ച് വാസ് എ ലിറ്റിൽ ബിറ്റ് വെൽത്തി ചർച്ച്, ഒരു നല്ല സമ്പന്നരായ ആളുകളുള്ള ചർച്ചായിരുന്നു. സോ he also wanted to exhort the people of Romans to support the missionary journey to Spain. റോമാലേഖനം 15:24 താഴെയുള്ള വാക്യങ്ങൾ അത് നമുക്ക് കാണാൻ കഴിയും. So that was another intention to address Romans. So ഇത്ര പല കാര്യങ്ങളുണ്ട്. Unifying the Gentiles and the Jewish Christians, to explain the righteousness through faith, വിശ്വാസത്താലുള്ള നീതീകരണം, and to prepare the church to support his missionary journey to Spain. And also അടുത്തതായി to correct the misunderstanding about law. ഈ ന്യായപ്രമാണത്തെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഒരു സംശയമുണ്ട്, ന്യായപ്രമാണം വേണോ വേണ്ടായോ, ഇങ്ങനൊരു ചോദ്യം ഉണ്ടായി. ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ഉണ്ടായി, അല്ലെങ്കിൽ കൃപയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ സഭയിൽ ഡിസ്കഷനായി. നമുക്കറിയാമല്ലോ, ഒരു സഭയിലേക്ക് ചില വിഷയങ്ങൾ ഡിസ്കഷൻ വരും, തർക്കങ്ങൾ വരും.
സോ ദേ കുഡ് നോട്ട് റെക്ടിഫൈ ഓർ റിസോൾവ് ഓർ അതിനെ അതിനെ ഒന്ന് പരിഹരിക്കാനായിട്ട് അവർക്ക് കഴിയാതിരിക്കുമ്പോൾ ദേ ജസ്റ്റ് ആസ്ക് ടു ദെയർ എൽഡർ, അല്ലെങ്കിൽ അവരുടെ ദ വൺ ഹു ക്യാൻ ആൻസർ ഓൾ ദീസ് തിങ്സ്, അവർ പൗലോസിനോട് ഇതൊക്കെ ചോദിക്കുമ്പോൾ പൗലോസ് എന്ത് ചെയ്യുന്നു? ഇതിനെല്ലാം ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നു. ന്യായപ്രമാണം സംബന്ധിക്കുന്ന വിഷയങ്ങൾ, കൃപയെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ, ഇസ്രായേലിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? അവരിലേക്ക് പകർന്നു. സോ ഫൈനലി വൺ മോർ തിങ് ദ പോൾ ഇന്റൻഡഡ് ടു കൺവേ ടു ദി പീപ്പിൾ ഇൻ റോം, ദാറ്റ് ഈസ് ദി ക്രിസ്ത്യൻ എത്തിക്സ് ഇൻ എ ഹോസ്റ്റൈൽ എംപയർ. ഇങ്ങനെ വളരെ പ്രതികൂലം നിറഞ്ഞു നിൽക്കുന്നതായ ഈ ഒരു 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 കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കണം? അതുകൊണ്ടാണ് റോമാലേഖനം 12 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അതുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, പിന്നീട് അങ്ങോട്ട് പ്രാക്ടിക്കൽ ഗൈഡ് ലൈൻസ് ആണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? സഭയിൽ അറിയിക്കുന്നത്. കാരണം പൗലോസ് ഓർപ്പിക്കുന്നത് വിശ്വാസവും അല്ലെങ്കിൽ സുവിശേഷവും ഒക്കെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ മാത്രമാണ് വാസ്തവത്തിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയാകുന്നത്. സോ മെനി ഓഫൺ നമ്മളും എന്താണ്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെങ്കിൽ ഹൗ ഓഫൺ വി ആർ റെഡി ടു പ്രാക്ടീസ് ഇറ്റ്, നമുക്ക് എത്രത്തോളം അതിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരും. സോ ഫ്രം റോമൻസ് ചാപ്റ്റർ 12 ഓൺവേർഡ്സ് പൗലോസ് വളരെ കൃത്യമായിട്ട് ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെയാണ് ധാർമ്മികമായിട്ട് ഒരു മോറൽ ലെവലിൽ ഈ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്തീയ അനുഭവങ്ങളെ, സാക്ഷ്യങ്ങളെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഈ റോമാലേഖനത്തിൽ പൗലോസ് പ്രവർത്തിച്ചു. സോ ദീസ് ആർ സം ഓഫ് ദി ഇമീഡിയറ്റ് റീസൺ ഫോർ റൈറ്റിംഗ് റോമൻസ് ഓർ ദ എപ്പിസ്റ്റൽ ടു റോമൻസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കഴിയും. ജസ്റ്റ് അടുത്തൊരു കാര്യം നിങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയവർക്ക് അയച്ചു തരാം. സോ ഇറ്റ് അറ്റ് എ ഗ്ലാൻസ് നമുക്ക് റോമാലേഖനം മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണിത്. ഇതിനകത്ത് പല കാര്യങ്ങൾ പല നിലയിൽ ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇഫ് എനിവൺ നീഡ്സ് എ പിക്ചർ ഓഫ് ഇറ്റ്, യു ക്യാൻ ജസ്റ്റ് കീപ് എ പ്രിന്റ് ഔട്ട് ഓഫ് ദിസ്. ഒരു പ്രിന്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ അറ്റ് എ ഗ്ലാൻസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദി എപ്പിസ്റ്റൽ ടു റോം. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഇറ്റ്സ് ലൈക്ക് ട്രഡീഷണലി എല്ലാ പുസ്തകങ്ങളിലും പൗലോസ് എഴുതുന്ന പോലെ ഒരു പ്രൊലോഗ്, ഒരു ഇൻട്രഡക്ഷൻ, ജനറൽ ഇൻട്രഡക്ഷൻ വി കുഡ് സി. അവിടെ പേഴ്സണൽ ആയിട്ടുള്ള ടെസ്റ്റിമണി ഉണ്ട്, തീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രക്ഷയെക്കുറിച്ചുള്ള സന്ദേശമൊക്കെ ജസ്റ്റ് പ്രൊലോഗ് ചെയ്യുന്ന ഒരു ഇൻട്രഡക്ഷൻ ആണ് നമുക്ക് കാണുന്നത്. പിന്നെ 1-ാം അധ്യായത്തിൽ ഒരു 18-ാമത്തെ വാക്യം മുതൽ പിന്നീടാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? ആ വിഷയങ്ങളിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുന്നത്. ഡോക്ട്രിനലി ഉള്ള വിഷയങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് 12-ാമത്തെ അധ്യായം വരെ പൗലോസ് ഒരു ഡോക്ട്രിനൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപദേശപരമായ വിഷയങ്ങളാണ് പറയുന്നത്. 12 മുതൽ ഒരു 14-ാമത്തെ അധ്യായം വരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. നിങ്ങളുടെ സ്ക്രീനിൽ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് സൂം ചെയ്ത് നോക്കാം, യു ക്യാൻ ജസ്റ്റ് സൂം ഇറ്റ്. പിന്നെ ഒരു 15-ാമത്തെ വാക്യം മുതൽ ഒരു കൺക്ലൂഷൻ. സോ 1-ാമത്തെ വാക്യം ഇറ്റ്സ് എ ഇൻട്രഡക്ഷൻ, 1-ാമത്തെ വാക്യത്തിന് ശേഷം ഉപദേശ വിഷയങ്ങൾ, ദെൻ 12-ാമത്തെ അധ്യായം മുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു ഫൈനൽ കൺക്ലൂഷൻ നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല 1-ാമത്തെ അധ്യായത്തിൽ കാണുന്ന മറ്റൊരു കാര്യം, ഗോഡ്സ് ഹോളിനെസ് ഇൻ കൺസിഡറിങ് സിൻ അല്ലെങ്കിൽ കണ്ടമിങ് സിൻ. ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുന്നിൽ പാപത്തെ എതിർക്കുന്ന പൗലോസിന്റെ വാക്കുകൾ നമുക്ക് കാണാം. കാരണം ദൈവം പരിശുദ്ധനാണ്, അതുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ പാപത്തിന് നിൽക്കാനായിട്ട് കഴിയത്തില്ല. പാപത്തിന്റെ പോരായ്മ എന്ത് ചെയ്യുന്നു? ചൂണ്ടിക്കാണിക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റേഴ്സ് അപ് ടു 3. അതിനുശേഷമുള്ള ചാപ്റ്ററുകളിൽ പൗലോസ് പറയുന്നത് ഗോഡ്സ് ഗ്രേസ് ഈസ് ജസ്റ്റിഫൈങ് സിന്നേഴ്സ്, അല്ലെങ്കിൽ പാപികളെ നീതീകരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. കൃപയെക്കുറിച്ച് 3 മുതൽ ഉള്ള അധ്യായങ്ങളിൽ പൗലോസ് വിശദീകരിക്കുന്നു. അതിനുശേഷം 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗോഡ്സ് പവർ ഇൻ സാങ്ക്ടിഫൈങ് ബിലീവേഴ്സ്, ദൈവശക്തിയെക്കുറിച്ച് മനുഷ്യനെ അല്ലെങ്കിൽ വിശ്വാസികളെ വിശുദ്ധീകരിക്കുക അല്ലെങ്കിൽ വിശുദ്ധിയിൽ നിലനിർത്തുന്നത് ദൈവത്തിന്റെ ശക്തിയാലാണ് എന്ന് പൗലോസ് ഒരു പ്രോഗ്രഷൻ പോലെ, ആദ്യം വിശുദ്ധി അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള ദൈവിക വിശുദ്ധിയുടെ മണ്ഡലം, പിന്നെ പാപികളെ നീതീകരിക്കുന്നത്, നീതീകരിച്ച പാപിയെ പിന്നീട് വിശുദ്ധിയിൽ നിലനിർത്താനുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ ശക്തിയെക്കുറിച്ച്, അതിനുശേഷം പിന്നീട് ദൈവത്തിന്റെ അപ്രമാദിത്വം, ഗോഡ് സോവർണിറ്റി ഇൻ സേവിങ് ബോത്ത് ജൂ ആൻഡ് ജെന്റൈൽ. ഇത്രയും ഒരു പ്രോഗ്രഷൻ നമുക്ക് കാണാം.
പാപിയെ രക്ഷിക്കുന്നു, പാപിയെ ദൈവത്തിന്റെ വിശുദ്ധി മുമ്പിൽ പാപത്തെ എതിർക്കുന്നു, പാപിയെ നീതീകരിക്കുന്നു, നീതീകരിച്ച പാപിയെ സസ്റ്റെയിൻ ചെയ്യാൻ, വിശുദ്ധി നിലനിർത്താൻ ദൈവശക്തിയെക്കുറിച്ച് പറയുന്നു. സോ നമ്മൾ വായിക്കുമ്പോൾ അത് കാണുന്നില്ലല്ലോ, ആ ഒരു പ്രോഗ്രഷൻ ഉണ്ട്, ആ ഓർഡറിലാണ് ആ പൗലോസ് ആ കാര്യങ്ങൾ വിശദമാക്കുന്നത്. പിന്നീട് 12 ശേഷം ഗോഡ്സ് ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം പിന്നെ കാണുന്നത് നമ്മളെ ഹൗ ഓഫൺ വി ക്യാൻ പ്രാക്ടീസ് ഇറ്റ്. ഈ പറഞ്ഞ നീതീകരണവും വിശുദ്ധീകരണവും ദൈവിക രക്ഷയൊക്കെ പ്രാപിച്ചത് ഹൗ ഫാർ വി ക്യാൻ റിഫ്ലക്റ്റ് ഇറ്റ്. അത് ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാത്തോടത്തോളം കാലം നമ്മൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ പ്രാധാന്യമില്ല, വിശുദ്ധീകരിക്കപ്പെട്ടത് ഇറ്റ് ഈസ് യൂസ്ലെസ്, അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതൊക്കെ അപ്രധാനമാണ്. Our salvation and our justification will be irrelevant until and unless we are able to reflect that in our practical Christian life. പലപ്പോഴും നമ്മുടെ ഇടയിൽ നമുക്ക് പറയാനറിയാം, പക്ഷെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. വി ആർ ഏബിൾ ടു സേ ഓൾ ദീസ് തിങ്സ്, നമുക്കിതെല്ലാം പറയാം, ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു റിഫ്ലക്റ്റ് ഇറ്റ്. നമുക്ക് ഞാൻ ഇന്ന് ആരോടോ സംസാരിച്ചപ്പോൾ അത് ഞാൻ ഇങ്ങനെ അത് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഭയങ്കര തീവ്രത നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ഭയങ്കര തീവ്രത നമ്മൾ പറയുന്നു, പല കാര്യങ്ങളിൽ വിശുദ്ധി, അത് നമ്മൾ തീവ്രതയൊക്കെ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നു. ബട്ട് ക്രിസ്ത്യ ജീവിതം വരുമ്പോൾ നമ്മൾ പലപ്പോഴും അവിടെയൊക്കെ പരാജയപ്പെടുന്നുണ്ട്. ഇന്ന് എനിക്കൊന്നും ആരോടാണ് ഓർക്കുന്നില്ല, ചിലർ പറയും ഞാൻ മരുന്നെടുക്കുന്നില്ല പക്ഷേ, ഞാൻ വർഷങ്ങളായിട്ട് മരുന്നെടുക്കുന്നില്ല, ഞാൻ മരുന്നെടുക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവം എന്നെ വിടുവിച്ചു. നല്ലതാണ്, മരുന്നെടുക്കാതൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ ദൈവകൃപയാണ്. പക്ഷേ ആ വ്യക്തിയായിരിക്കും തൻ്റെ സഹോദരനോട് മിണ്ടിയിട്ട് വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ കൂട്ടുകാരനോട്, അല്ലെങ്കിൽ അയൽവക്കക്കാരനോട് അതിരുമാന്തിയിട്ട്, അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരുമായിട്ട് ലഹള നിൽക്കുന്ന ആളായിരിക്കും. ഒരു ഭാഗത്ത് ഇവിടെ മരുന്നെടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഭയങ്കര തീവ്ര വിശ്വാസം പറയും, അപ്പുറത്ത് ജീവിതത്തിന്റെ പല വിശുദ്ധിയുടെ മണ്ഡലത്തിലും പ്രാക്ടിക്കൽ ലൈഫിൽ പലയിടത്തും വീണ് കിടക്കുകയാണ്. സോ അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിയുടെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇറ്റ്സ് വെറും ഫേക്കാണ്. അത് രക്ഷയൊന്നും പെട്ടിട്ടൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ he would be able to live a life that can be practically exhibited in his society. എന്നെ ചില കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ട്, ഇഫ് യു ആർ എ ബോൺ അഗെയിൻ ചൈൽഡ്, ദാറ്റ് ഡസൻ മീൻ ദാറ്റ് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഒരു സമയമായപ്പോൾ നമ്മൾ സ്നാനപ്പെട്ടു, മേ ബി ബിക്കോസ് ഓഫ് സംബഡീസ് കമ്പൽഷൻ, ആരെങ്കിലും പറഞ്ഞ് നമ്മൾ സ്നാനപ്പെട്ടു. ബട്ട് എക്സാമിൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതം പരിശോധിച്ച് നോക്കി. ആർ യു ഏബിൾ ടു പ്രാക്ടീസ്, ആർ യു ഏബിൾ ടു പ്രാക്ടിക്കലി എക്സിബിറ്റ് ദാറ്റ് ക്രിസ്ത്യൻ ലൈഫ് ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ്? നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ആ പ്രാക്ടിക്കൽ ലൈഫ് നമുക്ക് നയിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? അത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും ചിന്തിക്കണം. ഇനി ഒന്നുകൂടെ സ്നാനപ്പെടാൻ നമ്മുടെ പ്രമാണം അനുവദിക്കത്തില്ല, ബട്ട് യു ഹാവ് ടു കം ബാക്ക്, തിരിച്ച് മടങ്ങി വരാനായിട്ട്, രക്ഷിക്കപ്പെട്ടതിനെ ഒന്നുകൂടെ ഒന്ന് പുതുക്കാനായിട്ട് നമുക്ക് ഇടയാകണം. സോ പോൾ വാസ് വെരി സിഗ്നിഫിക്കൻറ്റ്. 12-ാം അധ്യായം തൊട്ട് ഈ പറഞ്ഞ വിശുദ്ധീകരണവും നീതീകരണവും ഒക്കെ സംഭവിച്ച വ്യക്തിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് 12 തൊട്ട് താഴോട്ട് വായിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽസ് പോകുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹി ടോക്സ് അബൌട്ട് സിൻ, ദെൻ സാൽവേഷൻ, ദെൻ സാങ്ക്ടിഫിക്കേഷൻ, ഗോഡ്സ് സോവറിനിറ്റി ആൻഡ് സർവീസ്. വേറൊരു ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ സ്ലേവ് ടു സിൻ, ആദ്യം പാപത്തിന് അടിമകളായിരുന്നു. ദെൻ സ്ലേവ് ടു ഗോഡ്, ദൈവത്തിന് അടിമകളായി മാറുന്നു. ദെൻ ദ തേർഡ് വൺ, സ്ലേവ് ഫോർ സെർവിങ് ഗോഡ്. സോ ആദ്യം പാപത്തിന് അടിമയായിരുന്നവരെ കുറിച്ച് പറയുന്നു, പിന്നീട് ദൈവത്തിന് അടിമയായിരിക്കുന്നതിനെ കുറിച്ച് 3-ാം അധ്യായം മുതൽ പറയുന്നു, അവസാനം ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന അടിമയായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു സീ. ഞാൻ ഈ ചാർട്ടിലുള്ള ബാക്കി കാര്യങ്ങൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ ദിസ് വുഡ് ബി എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ യു ടു അറ്റ് എ ഗ്ലാൻസ് ടു അണ്ടർസ്റ്റാൻഡ് റോമൻസ്. അറ്റ് എ ഗ്ലാൻസ് റോമൻസ് എങ്ങനെയാണ് എന്ന് അറിയാനായിട്ട് നിങ്ങളെ ഇത് സഹായിക്കും. സോ ദിസ് ഈസ് എ ജനറൽ ഇൻട്രഡക്ഷൻ ഫോർ റോമൻസ്. ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടൊക്കെ ഉണ്ട്, എന്നാൽ ഞാനത് അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. സാധാരണ ഞങ്ങൾ ബൈബിൾ സെമിനാറിലൊക്കെ പഠിപ്പിക്കും, വി വിൽ ഗോ വിത്ത് എ വെരി ഡീറ്റെയിൽഡ് തിങ്സ്. ബട്ട് ഇങ്ങനെയുള്ള ഒരു കോൺടെസ്റ്റിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്കറിയാം. സോ അങ്ങനെ പോകുന്നില്ല. പേഴ്സണലായിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ അവസരങ്ങളുണ്ട്. യു ക്യാൻ കം ആൻഡ് ടോക്ക്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് the epistle to Roman as an introduction. Now just നമ്മളിനി വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഐ ജസ്റ്റ് ബിലീവ് ദാറ്റ് നമ്മൾ ധൃതി പിടിച്ച് നമുക്ക് റോമാലേഖനം പറഞ്ഞ് തീർക്കണ്ട. വി ഡോണ്ട് നീഡ് ടു ഫിനിഷ് ഇറ്റ് ഇൻ എ വെരി ഹറി. നമുക്ക് പതിയെ
പഠിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. സോ ഈ ഞാൻ സാധാരണ പലരോട് ഒന്ന് രണ്ടോ പേരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. മെനി ഓഫ് യു ആർ മെഡിക്കൽ പ്രൊഫഷൻസ്. സോ ഈ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സമയത്ത് ദേ വുഡ് ഗീവ് എ ഡെഡ് ബോഡി ഓർ അങ്ങനെയുള്ള മനുഷ്യജീവനെയോ അല്ലെങ്കിൽ ഈ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു പാറ്റയൊക്കെ ഡിസെക്ട് ചെയ്ത് പഠിക്കണം. അതെന്ന് പറഞ്ഞാൽ അതിനെ വെട്ടിമുറിച്ച് പഠിച്ചാൽ അത് തീർന്നു അതിന്റെ കാര്യം. സോ വി വിൽ ജസ്റ്റ് വെരി മൈന്യൂട്ട്ലി വി വിൽ ജസ്റ്റ് ലുക്ക് ഇൻ ടു. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ നമുക്ക് കഴിയും. സോ നമുക്ക് ധൃതിയില്ല, നമ്മൾ വളരെ സ്ലോ ആയിട്ട് നമ്മൾ പോകത്തുള്ളൂ. ബട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആത്മീയമായി ഇതിലൂടെ പഠിക്കാനും ഗ്രഹിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. റോമാലേഖനം ചാപ്റ്റർ 1. സംബഡി ക്യാൻ ജസ്റ്റ് റീഡ് ഫോർ മീ റോമൻസ് ചാപ്റ്റർ 1. ഐ ക്യാൻ ജസ്റ്റ് റീഡ് ഇൻ ഇംഗ്ലീഷ്. കാരണം ഇത് ഒരു ഇംഗ്ലീഷ് കോണ്ടസ്റ്റിലാണ് ഞാൻ അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് റീഡ് ഇൻ ഇംഗ്ലീഷ്. കാരണം ഒന്നാമത്തെ വാക്യം മലയാളത്തിൽ വായിക്കുന്നതും ഇംഗ്ലീഷ് വായിക്കുന്നതും രണ്ടും രണ്ടാണ്. സോ സംബഡി ക്യാൻ റീഡ് ഇൻ ഇംഗ്ലീഷ്. എനിബഡി? Any scripture school students? Paul, a servant of Christ Jesus. Paul, the servant of Christ. So ഈ ഒരു വേദഭാഗത്ത് we will see the credentials of Paul. പൗലോസ് എന്ന ആളുടെ ചില ക്വാളിഫിക്കേഷൻ. PhD ഒന്നുമല്ല, നോക്കിക്കോണം. PhD ഒക്കെ എടുക്കുന്നത് നല്ലതാണ്, ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ്, അതൊക്കെ ദൈവം അങ്ങനെയൊക്കെ അവസരം തരുന്നതും നല്ലതാണ്. ബട്ട് സി പോൾ എന്താ പറയുന്നത്? പോൾ a bond slave. ആരാ വായിച്ചെന്ന് കേട്ടില്ല, ഒന്നുകൂടെ വായിക്കാവോ? Paul, a servant of Christ Jesus. Paul, a servant of Christ. ഏത് വേർഷനാ വായിച്ചത്? ESV, English Standard Version. ഇംഗ്ലീഷ്, ഓക്കെ. ESV. ഞാൻ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ പോൾ എ ബോണ്ട് സ്ലേവ്. അത് ഇച്ചിലൂടെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ കുറച്ചുകൂടെ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു. ഞാൻ അതാണ് ഉപയോഗിക്കാറുള്ളത്. ബട്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷോ ESV RSV NIV ഒന്നും അല്ല, ഒറിജിനൽ ടെക്സ്റ്റ് നമ്മൾ വായിക്കാൻ മനസ്സിലാക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ റിയൽ മീനിങ് നമുക്ക് കിട്ടും. ബട്ട് എനിവേ RSV, അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ, ESV ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് എനിവേ ഞാനത് പറഞ്ഞു വരുന്നത്, പോളിനെ കുറിച്ച് പറയുന്ന അവന്റെ കണ്ടീഷനാണ് ആദ്യം പറയുന്നത്. ഹി ഈസ് എ ബോണ്ട് സ്ലേവ്. ഈ സ്ലേവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പഴയ നിയമ കാലഘട്ടത്തിലും യേശുവിന്റെ കാലഘട്ടത്തിലും പൗലോസിന്റെ കാലഘട്ടത്തിലും അടിമ വ്യവസ്ഥ, ഇറ്റ് വാസ് എ ലീഗൽ തിങ്. അത് ഇല്ലീഗൽ അല്ല, ഇറ്റ് വാസ് എ ലീഗൽ തിങ്. അപ്പൊ ബോണ്ട് സ്ലേവ് എന്ന് പറഞ്ഞാൽ ഹി ഈസ് എ സ്ലേവ് ഫോർ എ ലൈഫ് ലോങ്. ഈ സ്ലേവ് അല്ലെങ്കിൽ അടിമകളെ കൈകാര്യം ചെയ്യുന്നതിൽ മോശ പ്രമാണം കൊടുത്തിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദർ ഇസ് എ ക്ലാരിറ്റി എങ്ങനെയാണ് സ്ലേവ്സിനെ ഡീൽ ചെയ്യേണ്ടത്. സോ 6 വർഷം തന്റെ യജമാനു വേണ്ടി ജോലി ചെയ്ത അടുത്ത വർഷം അവനെ ഫ്രീ ആയിട്ട് വിടണം. അവന് ഭാര്യ മക്കളുണ്ടെങ്കിൽ അവരോടൊപ്പം വിടാനായിട്ട് ശ്രമിക്കണം. ഭാര്യ മക്കളും യജമാനം കൊടുത്തതാണെങ്കിൽ യജമാനന് ഭാര്യ മക്കളും കൊടുത്തിട്ട് അവൻ സ്വതന്ത്രനാകണം. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ബട്ട് സംബഡി ഫീൽസ് ദാറ്റ് മൈ മാസ്റ്റർ ഈസ് വെരി ഗുഡ്. എൻ്റെ യജമാനൻ എനിക്ക് ഒരു ദോഷമൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് എവിടോട്ട് പോകാനാണ്, ഞാൻ എവിടെ പോയാലും എനിക്ക് മറ്റൊന്നും ചെയ്യാൻ. സോ ഐ വാണ്ട് ടു ജസ്റ്റ് ബി യുവർ ലൈഫ് ലോങ് സ്ലേവ്. പിന്നീട് തനിക്ക് 6 ഇയർ കഴിയുമ്പോഴുള്ള ആ എക്സെപ്ഷൻ കിട്ടത്തില്ല. സോ വെൻ ഹി കമ്മിറ്റ് ഹിംസെൽഫ് ആസ് എ ലൈഫ് ലോങ് സെർവൻറ്റ്, അതിനെയാണ് ബോണ്ട് സ്ലേവ് എന്ന് പറയുന്നത്. സോ പൗൾ ഈസ് കോളിംഗ് ഹിംസെൽഫ് ആസ് എ ബോണ്ട് സ്ലേവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നിത്യമായ സേവകനായി, അല്ലെ ശുശ്രൂഷകനായി, അടിമയായി തന്നെ കാണുകയാണ്. പഴയ നിയമത്തിൽ അത് വളരെ കൃത്യമായിട്ട് ചെയ്യും. ഈ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ ചെവി ഈ കട്ടളക്കാലിൽ അവിടെ എഴുതിയിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് റീഡ് ഇൻ എക്സോഡസ് ചാപ്റ്റർ 21 വേഴ്സ്, ഇതൊക്കെ കുറിച്ച് വെച്ചോ. 1:6 അവിടെ ഈ ചെവി കട്ടളക്കാലയിലോട്ട് വെച്ചിട്ട് ആ ആണി കൊണ്ട് അതിന് കിഴിക്കും, അടയാളം വിടും. അടയാളം അതല്ലേ സങ്കീർത്തനം 40 നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ ചെവികളെ തുളച്ച്, എൻ്റെ ചെവികളെ ദാവീദ് പറയാണ്, ഐ ജസ്റ്റ് വാണ്ട് ടു ബി യുവർ ബോണ്ട് സ്ലേവ്. അതുകൊണ്ട് എൻ്റെ ചെവി ബോണ്ട് സ്ലേവ് ആകണമെങ്കിൽ യു ഹാവ് ടു പിയേഴ്സ് മൈ ഇയർ. എൻ്റെ ചെവി എന്ത് ചെയ്യണം? തുളയ്ക്കണം.
അങ്ങനെ ഈ ഈ ഈ ഈ ബോണ്ട് സ്ലേവ് ആകുന്ന ആൾക്ക് പിന്നീട് അയ്യോ ഞാൻ അതൊന്ന് വിഡ്രോ ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നീട് തനിക്ക് എനിക്ക് പോകണമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നീട് തനിക്ക് അയ്യോ ഞാൻ എന്നെ വിട്ടേര് എന്ന് പറയാൻ പറ്റത്തില്ല. സോ ദ മാസ്റ്റർ ഹാസ് ദ ഫുൾ കൺട്രോൾ ഓവർ ദി സ്ലേവ്. ഇനി ആ സ്ലേവിന് ആ മാസ്റ്ററെ വിട്ടിട്ട് പോകാനായിട്ട് കഴിയത്തില്ല. മാത്രമല്ല, സ്ലേവിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയേണ്ടത്, സ്ലേവ് കനോട്ട് ബോസ്റ്റ് എനിത്തിങ് ഓഫ് ഹിസ് ഓഫീസ് ഓർ താൻ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ഹി ഈസ് കോൾഡ് ബൈ എ സ്ലേവ്. സ്ലേവ്, അടിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ ഇന്ന വീട്ടിലെ ആണെന്നോ, ഇന്ന വീട്ടിൽ ഇത്ര ഈ കുടുംബത്തിൽ ജനിച്ചാണെന്നോ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പൊക്കമുണ്ടെന്നോ, ഉയരമുണ്ട്, സൗന്ദര്യമുണ്ട്, ഇത് ദാറ്റ്സ് നെവർ മാറ്റേഴ്സ്. അതൊന്നും മാറ്റർ ആവത്തില്ല. ബിക്കോസ് എ സ്ലേവ് കനോട്ട് ബോസ്റ്റ് എനിത്തിങ് ഓഫ് ഹിംസെൽഫ്. തനിക്ക് വേണ്ടി ഒന്നും ഒരു അടിമയ്ക്ക് പുകഴാനായിട്ട് കഴിയുകയില്ല. സോ ഹീ സറണ്ടേർഡ് ടു ദി കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് ഹിസ് മാസ്റ്റർ. അവൻ എപ്പോഴും മാസ്റ്ററിന്റെ കൂടെ ആയിരിക്കണം. എനിക്കൊരു 10 ദിവസത്തെ ലീവ് തരണമെന്നൊന്നും സ്ലേവിന് പറയാൻ പറ്റത്തില്ല. സ്ലേവിന് എനിക്കൊരു ഫാമിലി വെക്കേഷൻ ട്രിപ്പ് വിത്ത് ടിക്കറ്റ് ടു ആൻഡ് ഫ്രോ, നോ, അങ്ങനെ ഒന്നും പറ്റത്തില്ല. ഹി ഹാസ് ടു ബി ഓൾവേസ് വിത്ത് ദി മാസ്റ്റർ അവന്റെ ജീവിത അവസാനം വരെ. സോ പൗലോസ് തന്നെ അഡ്രസ് ചെയ്യുകയാണ്, ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരനാണ്. ഐ ആം ദി ബോണ്ട് സ്ലേവ് ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് എന്ന് താൻ തന്നെ തന്നെ എന്ത് ചെയ്യാണ്, ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ മുഴുവൻ നിയന്ത്രണവും തൻ്റെ മുഴുവൻ കൺട്രോളും ദൈവത്തിൽ ഏൽപ്പിക്കപ്പെടുകയാണ്. നമ്മളെ തന്നെ ഒന്ന് റിഫ്ലക്ട് ചെയ്ത് ചിന്തിച്ചാൽ, ഹൗ ഓഫൺ വി ഗീവ് അവർ കൺട്രോൾ ടു അവർ മാസ്റ്റർ. നമ്മുടെ നിയന്ത്രണം എത്രമാത്രം നമ്മൾ ദൈവത്തിന് നൽകുന്നുണ്ട്. ദൈവത്തിന് പലപ്പോഴും ദൈവത്തെ നമ്മളാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ ദൈവം ഇങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ. സോ നമ്മൾ എത്രമാത്രം ദൈവത്തിന് മുന്നിൽ, ദൈവമേ എന്നെ നീ കൺട്രോൾ ചെയ്യും, ബിക്കോസ് ഐ ആം യുവർ സ്ലേവ്, ഞാൻ നിന്റെ ശുശ്രൂഷക്കാരനാണ്. സോ നമ്മളല്ല കർത്താവിനെ, മറിച്ച് ദൈവമാണ് നമ്മെ കൺട്രോൾ ചെയ്തത്. നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന സമയം, വി ആർ കമ്മിറ്റിംഗ് അവർ സെൽഫ് ആസ് എ ബോണ്ട് സ്ലേവ്. കർത്താവെ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഞാൻ നിന്റെ ആയി മാറുന്നു, എന്നെ തന്നെ നിന്നെ സമർപ്പിക്കുന്നു. ആക്ച്വലി വി ആർ കമ്മിറ്റിംഗ് അവർ ലൈഫ് ടു ഗോഡ്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു ലൈഫ് ഇല്ല എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടമില്ല. അവിടെ ദൈവത്തിന്റെ ഇഷ്ടമാണ് പൂർണ്ണമായി നടക്കുന്നത്, ടു സെർവ് ഗോഡ്. സോ ദ സ്ലേവ് ഇസ് ടോട്ടലി ഓൺഡ് ബൈ ദ മാസ്റ്റർ. സ്ലേവ് എക്സിസ്റ്റ് ഫോർ ഹിസ് മാസ്റ്റർ. ആ മനുഷ്യൻ നിലനിൽക്കുന്നത് തൻ്റെ യജമാനന് വേണ്ടിയാണ്, തനിക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. ദാറ്റ് സ്ലേവ് എക്സിസ്റ്റഡ് ടു സെർവ് ദി മാസ്റ്റർ. ആ യജമാനനെ സേവിക്കാനല്ലാതെ ആ സേവകനെ കൊണ്ട് അല്ലെങ്കിൽ ആ അടിമയെ കൊണ്ട് മറ്റൊരു കാര്യമില്ല. അതുമാത്രമല്ല, ഈ ക്രിസ്തീയ അനുഭവത്തിൽ ഒരു ക്രിസ്തുവിന്റെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ ഒരു എക്സ്ക്ലൂസീവ് നേച്ചർ അതിനകത്ത് നമുക്ക് ദൈവം തന്നിട്ടുള്ളത്, സ്വഭാവ രീതിയിൽ, സാധാരണ രീതിയിൽ അടിമ ഒരിക്കലും തൻ്റെ യജമാനനോളമാകാൻ കഴിയത്തില്ല. അടിമയ്ക്കൊരിക്കൽ പോലും യജമാനന്റെ പൊസിഷനിലേക്ക് വരാൻ കഴിയത്തില്ല. അടിമയ്ക്കൊരിക്കൽ പോലും യജമാനന് ഈക്വലായിട്ട്, അല്ലെ യജമാനന്റെ അടുത്ത് ഇരിക്കാൻ കഴിയത്തില്ല. യജമാനൻ ഷുഡ് ബി ഓൾവേസ് ഓൺ ദിസ് ഫുഡ് സ്റ്റോൾ. തൻ്റെ കാൽപാദത്തിൽ ആണ് ദാസൻ ഇരിക്കേണ്ടത്. യജമാനൻ എപ്പോഴും യജമാനന്റെ നിയന്ത്രണത്തിൽ, ഈ അടിമ എപ്പോഴും യജമാനന്റെ കാൽപാദത്തിങ്കിൽ തൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. ബട്ട് there is a slight difference. നമ്മൾ കർത്താവിനെ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ, though we are the slave, though we are the servant, but we have a privilege to sit just beside our master. അതല്ലേ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 19 വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നത്, അവന്റെ വലത്ത് ഭാഗത്തിരിക്കാനായിട്ട്, അവന്റെ സിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവനോടൊപ്പം ഇരിക്കാനായിട്ട്, അവനോടൊപ്പം ചേർന്നിരിക്കാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ആസ് പെർ ദി കസ്റ്റം ഓഫ് ജൂയിഷ് കസ്റ്റം ഓഫ് സ്ലേവ്, അല്ലെങ്കിൽ സ്ലേവറി, അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല. ഒരു അടിമയ്ക്ക് ഒരിക്കലും യജമാനന്റെ അടുത്തിരിക്കാൻ കഴിയത്തില്ല. ഒരു അടിമയ്ക്ക് ഒരിക്കലും യജമാനന്റെ സീറ്റിന്റെ അടുത്ത് ഷെയർ ചെയ്തിരിക്കാൻ കഴിയത്തില്ല. ബട്ട്
ഇറ്റ് ഈസ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. കർത്താവ് യേശു നമ്മെ അവന്റെ ശുശ്രൂഷകനായി തെരഞ്ഞെടുത്തപ്പോഴും ദൈവം നമുക്ക് തന്ന ഒരു പ്രിവിലേജ്, വി ക്യാൻ ജസ്റ്റ് ബി സൈഡ് അവർ മാസ്റ്റർ. ദോ വി ആർ സെർവന്റ്, ബട്ട് വി ആർ വെരി ക്ലോസ് ടു അവർ മാസ്റ്റർ. നമ്മുടെ യജമാനോട് ഏറ്റവും അടുത്ത്. സോ പൗലോസ് പറയാണ്, ഐ ആം ദി ബോണ്ട് സെർവന്റ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ബോണ്ട് സെർവന്റ് ഓഫ് ക്രൈസ്റ്റ്. ദെൻ പ്ലീസ് റീഡ്. Called to be an Yes, apostle. called to uh, yeah, Paul's calling. He is called to be an apostle. സോ പൗലോസിനെ ഒരു അപ്പോസ്തലനായിട്ട് എന്ത് ചെയ്തു? ദൈവം വിളിച്ചു. He's been called as an apostle. Apostle means പല കാര്യമുണ്ട്. Sent out, those who are being designated, അല്ലെങ്കിൽ അയക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥമാണ്. Or in other sense, he is an ambassador. Apostle is sometimes called as ambassador, അല്ലെങ്കിൽ സെൻഡ് ഔട്ട്. പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവൻ, നിയമിക്കപ്പെട്ടവൻ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അപ്പോസ്റ്റൽ, ഡെസിഗ്നേറ്റഡ്, സെൻഡ് ഔട്ട് എന്നാണ് എൻ്റെ അർത്ഥം. സോ പൗലോസ് പറയണ, ഐ ആം ബീൻ കോൾഡ് ആസ് an apostle means I carry or I represent Jesus, or I represent the authority of Jesus Christ. നമുക്കറിയാം, ഒരു അംബാസഡറിന്റെ ജോലി എന്താ ചെയ്യുന്നത്? സാധാരണ അംബാസഡർ, ചിൽഡ്രൻ can just say, അംബാസഡർ എന്താ ചെയ്യുന്നത്? അംബാസഡർ ഈസ് റെപ്രസെന്റിങ് എ കൺട്രി. സോ അംബാസഡർ ഹാസ് ദി ടോട്ടൽ അതോറിറ്റി ഓഫ് ദാറ്റ് കൺട്രി. ഇന്ത്യ എന്നെ ഒരു അംബാസഡറായിട്ട് ഇവിടെ വിട്ടാൽ, I can utilize the full authority of my country here. എൻ്റെ രാജ്യത്തിന്റെ മുഴുവൻ കാര്യവും എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ എനിക്ക് ചെയ്യാനായിട്ട് കഴിയും. ഐ ആം ബീൻ എൻട്രസ്റ്റഡ്. ഞാൻ അതിനു വേണ്ടി നിയുക്തനാണ്. സോ പൗലോസ് പറയാണ്, ഐ ആം ബീൻ കോൾഡ് ആസ് an apostle. That means I have given the authority of Jesus Christ. അപ്പോൾ പൗലോസ് എന്ത് ചെയ്യുന്നു? ഹി എക്സസൈസ് ദ ഡിവൈൻ അതോറിറ്റി. തന്റെ മേലുള്ള നിയോഗത്തെ ഉപയോഗിച്ചു. അപ്പോൾ പൗലോസ് പറയാണ്, ഈ കോളിംഗ് ആസ് എൻ അപ്പോസ്റ്റൽ, ഇറ്റ് വാസ് നോട്ട് പെർസ്വേഡഡ് വിത്ത് എൻ്റെ ഫ്രണ്ട്സോ കൊളീഗോ ഫാമിലി മെമ്പേഴ്സോ ഒന്നും പറഞ്ഞിട്ടല്ല ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയത്. പൗലോസിന്റെ സിറ്റുവേഷൻ വളരെ അഡ്വേഴ്സായി. അദ്ദേഹം സഭയെ പീഡിപ്പിക്കാനായിട്ട്, ഹി വാസ് ദ വൺ ഡെസിഗ്നേറ്റഡ് ടു പെർസിക്യൂട്ട് ദി ചർച്ച്. ചർച്ചിനെ പീഡിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ്. ആ പൗലോസിനെയാണ് ദൈവം വിളിച്ചത്, കോൾ ടു ബി ആൻ അപ്പോസ്റ്റൽ. എനിക്കിതിനകത്ത് ഒരു ആത്മീയ സന്ദേശം നിങ്ങളോട് കൈമാറാനായിട്ട് ഒരു ഭാഗമുണ്ട്. ദാറ്റ് മീൻസ് ദൈവത്തിന് ഒരാളെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അവനെ വിളിക്കാൻ ഗോഡ് ഒരിക്കലും അവന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല, അവന്റെ ഹിസ്റ്ററി ചോദിക്കുന്നില്ല, അവന്റെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കുന്നില്ല. എനിബഡി ഹൂ ഇസ് റെഡി ടു കമ്മിറ്റ് ദെയർ ലൈഫ്, God is ready to accept him. പൗലോസിനെ നോക്കിക്കേ, ഞാനായിരുന്നെങ്കിൽ പൗലോസിനെ എൻ്റെ കമ്പനിയിൽ എടുക്കത്തില്ല. കാരണം സഭയെ മുടിക്കാനായി കൽപ്പനകൾ, സന്നിധ സംഘത്തിന്റെ കൽപ്പനകൾ കയ്യിൽ മേടിച്ച് വലിച്ചഴച്ച് സ്ത്രീയെന്നോ കുട്ടിയെന്നോ നോക്കാതെ ഓരോരുത്തരെ കൊല്ലാനുള്ള അധികാരം കൊണ്ട് നടന്ന പൗലോസ്, എല്ലാത്തിനെയും കൊന്നൊടുക്കാനുള്ള അത്രമാത്രം ക്രൂരത മനസ്സിൽ തിങ്ങി നിറഞ്ഞ പൗലോസ് ആരെയും വെറുതെ വിട്ടില്ല. ഓരോരുത്തരെ വലിച്ചെഴിച്ചുകൊണ്ട് പീഡിപ്പിക്കാനായിട്ട് സ്തേഫാനോസിനെ കൊല്ലുമ്പോൾ ഒട്ടും പതറാതെ നോക്കി നിന്ന പൗലോസ്, പ്രൈസ് ദി ലോർഡ്, ആ പൗലോസിനെ ദൈവം വിളിച്ചു. അപ്പൊ ദൈവത്തിന്റെ ആ വിളിയുടെ ശ്രേഷ്ഠത ഓർത്ത് നോക്കിക്കുക. എത്രമാത്രം ഹൗ ഗോഡ് നെവർ ലുക്ക്ഡ് ഓൺ ഹിസ് പാസ്റ്റ് എക്സ്പീരിയൻസ്. അവന്റെ പ്രീവിയസ് സിറ്റുവേഷൻസിനെ ഓർത്തില്ല. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി ഓർത്തിട്ടില്ല, ദൈവം നമ്മുടെ പഴയ കാലങ്ങൾ ഓർത്തിട്ടില്ല. ഹി വാസ് ഗ്രേഷ്യസ് ടു കോൾ us. നമ്മെ വിളിക്കാനായി അവന് വളരെ കരുണയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പഠനത്തിന്റെ ഒരു കാര്യം തുടങ്ങിയതേ ഉള്ളൂ. ടൈം ഇസ് ഓൾറെഡി ഫിനിഷ്ഡ്. കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ധൃതിയില്ല, നമുക്ക് ഇവിടെ പതുക്കെ പോയാൽ മതി. സോ രണ്ട് കാര്യം മാത്രമേ ഞാൻ ഇന്ന് പറഞ്ഞുള്ളൂ. ഹി വാസ് ബീൻ കോൾഡ് ആസ് എ ബോണ്ട് സെർവന്റ്. രണ്ട്, ഹി വാസ് കോൾഡ്.
പെട്ടെന്ന് രണ്ട് കാര്യം കൂടെ പറയാം. the third thing, somebody, students, please read. Set apart for the gospel of God. Set apart for the gospel. Gospel നമുക്ക് പിന്നെ നോക്കാം. Set apart. He was being commissioned to God's work. പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് തനിക്ക് ദൈവം കൊടുത്ത നിയോഗത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു. സെറ്റപ്പാർട്ട് യഹൂദ കോണ്ടെക്സ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരെയും ദൈവം പല കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുന്നുണ്ട്, അവരെ വേർതിരിക്കുന്നുണ്ട്, അവരെ അഭിഷേകം ചെയ്യുന്നുണ്ട്. സോ അവരെ യഹൂദ കോണ്ടെക്സ്റ്റിൽ വേർതിരിക്കുക, നിയമിക്കുക, വേർതിരിക്കുക എന്നുള്ള ഇറ്റ്സ് ക്വൈറ്റ് കോമൺ. അപ്പോൾ യേശു എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? പൗലോസിനെ വേർതിരിച്ചു. ഫ്രം വെയർ? ഫ്രം ദി വേൾഡ്ലി കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ തൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവം പൗലോസിനെ സെപ്പറേറ്റ് ചെയ്തു. സോ പോൾ വാസ് ബീൻ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡ് ഫോർ ക്രൈസ്റ്റ്. സോറി, ഞാൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ പറയാൻ ഉദ്ദേശിച്ചത്, പോൾ വാസ് സെപ്പറേറ്റഡ് ഫോർ ക്രൈസ്റ്റ്. യേശുവിന് വേണ്ടി അവനെ വേർതിരിച്ചു. നമ്മൾ പലപ്പോഴും വേർപാടെന്ന് പറയുന്നത് നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ വേർപാട്, ലോകത്തിൽ നിന്ന് വേർപാട് അനുഷ്ഠിക്കുക. നമ്മൾ ലോകത്തിന്റെ എല്ലാ അനുഭവത്തിൽ നിന്ന് വേർപാട്, ഈ ലോകത്തിൽ നിന്ന് വേർപാടാണെങ്കിൽ നമ്മൾ എന്തിനാ ജോലിക്കൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്ത് സമ്പാദിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു? നമുക്ക് ലോകത്തിൽ നിൽക്കണം. വി ഹാവ് ടു സർവൈവ് ഹിയർ. നമുക്ക് ലോകം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വി കനോട്ട് ജസ്റ്റ് ഈവൻ എസ്കേപ്പ് ഫ്രം ദിസ് വേൾഡ്. പക്ഷേ പൗലോസ് വാസ് സെറ്റ് അപ്പാർട്ട് ഫോർ ദി ഗോസ്പൽ. അപ്പോൾ പൗലോസിനെ ക്രിസ്തുവിന് വേണ്ടി വേർതിരിച്ചു. അതിനകത്തൊരു ഒരു വലിയ സന്ദേശമുള്ളത്, വെൻ യു ആർ സെറ്റ് അപ്പാർട്ട് ഫോർ ക്രൈസ്റ്റ്, ഓട്ടോമാറ്റിക്കലി യു ആർ സെറ്റ് അപ്പാർട്ട്, യു ആർ അവേ ഫ്രം ദി വേൾഡ്ലി അഫയേഴ്സ്. കർത്താവിന് വേണ്ടി നമ്മൾ വേർതിരിക്കപ്പെടുമ്പോൾ ബൈ ഡീഫോൾട്ട് സംഭവിക്കുന്നതാണ് ഏത്? നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നിന്ന് വേർതിരിയുന്നത്. സോ നമ്മൾ ലോകത്തിൽ നിന്ന് വേർതിരിയാൻ വേണ്ടിയല്ല വിശ്വാസിയാകുന്നത്, മറിച്ച് നമ്മൾ വിശ്വാസിയാകുന്നത് ക്രിസ്തുവിനോട് ഒപ്പം ചേരാനാണ് നമ്മൾ വേർതിരിയുന്നത്. നമ്മൾ ഈ ലോകത്തെ വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും ഐസൊലേറ്റ് ചെയ്യപ്പെടാനല്ല. നമ്മൾ വിശ്വാസിയാകുന്നത് നമ്മൾ ക്രിസ്തുവിനോട് ചേരാനാണ്, ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കാനാണ്. ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ചേരപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്നും വേർപെടുകയാണ്. സോ പൗലോസിന്റെ ക്രെഡൻഷ്യൽസ് ഒത്തിരി കാര്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിർത്തുകയാണ്. സോ പോൾ വാസ് കോൾഡ് ആസ് എ ബോണ്ട് സെർവൻറ്റ്. he was been a bond slave. Secondly, he was been called, ദൈവിക വിളി പ്രാപിച്ചു. Thirdly, Paul has a commission. He was been separated for Christ. യേശുവിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവനായി മാറി. കർത്താവ് ഈ രാത്രികാലം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ചിന്തകളെയും ദൈവത്തിലേക്ക് ഏകാഗ്രമാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.